ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ഭൂതനാഥ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ ഞങ്ങൾ 2 ആശ്രമ ഭാഗത്തേക്കാണ് വന്നത്. താഴേക്ക് ഇറങ്ങിയും കൊണ്ട് ഒന്ന് ഗീതാഭവൻ, അതേപോലെ പരമാർത്ഥി നികേതൻ. ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഗംഗാനദിയുടെ തീരത്തു കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഗംഗയുടെ അവിടെ പോയി വീണ്ടും വെയിലുണ്ടെന്നുണ്ടെങ്കിലും തീരത്തൊക്കെ പോയിട്ട് ഞങ്ങൾ മുഖം കൈയും കാലും ഒക്കെ കഴുകി വന്ന് അവിടെ നിന്ന് മുങ്ങാനൊന്നും സ്ഥലമില്ല. അതിനുള്ള പറ്റിയ ഒരു സൗകര്യമുള്ള സ്ഥലമല്ല. എന്നാലും ആ തണുത്ത വെള്ളം ഒന്ന് മുഖമൊക്കെ കഴുകിയപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. കുറച്ച് നേരം തീരത്തിയിരുന്നു. അതിനുശേഷം ഗീതാഭവൻ എന്ന് പറഞ്ഞാൽ ഗീതാ പ്രസ് ഗോരഖ്പൂരിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അവിടെ നല്ല രസമുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ചുറ്റും നമുക്ക് അക്കോമഡേഷനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എക്കണോമിക്കലായിട്ട് തന്നെ വളരെ ചെറിയ നിരക്കിൽ തന്നെ നമുക്ക് അവിടെ താമസിക്കാനൊക്കെ സാധിക്കും. പിന്നെ അവിടെ ലക്ഷ്മി നാരായൺ പ്രതിഷ്ഠ ഉണ്ട്, അവിടെയൊക്കെ തൊഴാൻ സാധിക്കും. പിന്നെ ഭോജനാലയം ഉണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഇവിടെ ഋഷികേശിൽ വന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യം. കാരണം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇവിടുത്തെ ഹോട്ടൽസിലൊക്കെ പറയുന്ന, റെസ്റ്റോറൻറ്റ്സിലൊക്കെ പറയുന്ന റേറ്റ്സൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇൻ കമ്പാരിസൺ ഇങ്ങനെയുള്ള ആശ്രമങ്ങളിൽ വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി നല്ല ഓപ്ഷൻസ് കിട്ടും. കാരണം ഇവിടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, ഇപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചത് 50 രൂപയുടെ ഒരു താലി എന്നുള്ള രീതിയിലാണ്. നല്ല ഭക്ഷണമായിരുന്നു, സാത്വിക ആഹാരമായിരുന്നു. അപ്പോൾ ഇങ്ങനെ യാത്ര വരുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും അവിടെ പിന്നെ ഒരു പ്രത്യേകത കണ്ടത്, ചുറ്റും ഗീതയുള്ള ശ്ലോകങ്ങൾ എല്ലാ അധ്യായങ്ങളിലെയും അവിടെ ചുമരിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഭയങ്കര കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു. അതിൻ്റെയും വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ള ഭാഗങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ ഞങ്ങൾ പരമാർത്ഥി നികേതൻ, അവിടെ നിന്ന് അധികം ദൂരമില്ല, ഒരു 1/2 കിലോമീറ്റർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഗയുടെ തീരത്ത് കൂടെ തന്നെ ഈ പരമാർത്ഥി നികേതൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരും. ഇവിടെയും ഒരുപാട് പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾ വെയിലായത് കാരണം ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത് പരമാർത്ഥി നികേതൻ എന്നാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളും കാര്യങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ വരണ സമയത്ത് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ ഋഷികേശിൽ കാര്യമായിട്ട് ഞങ്ങൾ കവർ ചെയ്തത് ഈ പോർഷൻസ് ആണ്. ഇതുകൂടാതെ തന്നെ യോഗയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ യോഗ നഗരി എന്നാണ് ഋഷികേശിനെ പറയുക തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരാഴ്ചത്തെയോ ഒരു മാസത്തെയോ ഒക്കെ ആക്ടിവിറ്റി യോഗയായിട്ട് നമുക്കിവിടെ ചേർന്നിട്ട് പഠിക്കാനും ചെയ്യാനും ഒക്കെ സാധിക്കും. അതേപോലെ അഡ്വഞ്ചർ സ്പോർട്സിനൊക്കെ വളരെയധികം പ്രസിദ്ധിയുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഋഷികേശിനുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യണില്ല. ഇപ്പോൾ ഇതൊരു ഫാമിലി ട്രിപ്പായിട്ട് വന്നതാണ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഏരിയ ആണ് ഞങ്ങളിപ്പോൾ കവർ ചെയ്യണത്. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. ഹരേ കൃഷ്ണ.